ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റി ആയ ചെറിയ കലത്തപ്പം ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 1 ഗ്ലാസ് അരിയെടുത്ത് 2 മണിക്കൂർ നമുക്ക് കുതിർത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാദാ ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 5 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പിന്നെ ഇത് നന്നായി നമുക്ക് മഷി പോലെ അരച്ചെടുക്കണം. ബാക്കിയുള്ള മാവ് കൂടി അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം ലൂസായിട്ടൊന്നും അരച്ചെടുക്കണ്ട. നമുക്കിതിന് വെള്ളം ചേർക്കുമ്പോൾ ഇത് ലൂസായി വരുന്നതാണ്. ഇപ്പോൾ 2 വെല്ലമാണ് എടുത്തത്. ഇത് നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുക്കാം. ഇതിലേക്ക് 3 വെല്ലം ആവശ്യമാണ്. നിങ്ങൾ ആക്കുമ്പോൾ 3 വെല്ലം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തോ. ഇതിലേക്ക് ചെറിയൊരു മധുരം കുറവുണ്ടായിന്, അതുകൊണ്ടാണ് നിങ്ങളോട് 3 വെല്ലം ചേർക്കാൻ പറഞ്ഞത്. ഇതിലേക്ക് ഞാൻ പകുതി ഉള്ളിയും ചെറിയ പീസ് തേങ്ങ കൊത്തുമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ അപ്പക്കാരൻ തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കടായി വെച്ച് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മിൽമ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളിയും ഇതും നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. വെള്ളം നമ്മൾ ഉരുക്കി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉള്ളിയും തേങ്ങയൊക്കെ നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കൽ എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നല്ല ഇതിൽ വറുത്തെടുക്കേണ്ടതാണ്. ഇതുപോലെ നല്ലോണം വറുത്തെടുക്കാം. ഈ ബ്രൗൺ കളർ ആകുന്നത് വരെയുള്ള അത്രയും വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല തേങ്ങേൻ്റെയും ഉള്ളിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഈ വറുത്തെടുത്ത തേങ്ങ നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം അലിഞ്ഞ് തളയൊക്കെ വന്ന് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളക്കുന്നത് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴും തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് വേഗം ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മാവൊക്കെ നല്ലോണം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ വേഗം ഇതുപോലെ സ്പീഡായിട്ട് എല്ലാം ചെയ്യേണ്ടതാണ്. ഇനി ബാക്കിയുള്ള എല്ലാ വെല്ലവും കൂടി നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങളാക്കുന്ന സമയത്ത് ഇത് 2 വെല്ലാണ് ഞാൻ എടുത്തത്. നിങ്ങളെടുക്കുന്ന സമയത്ത് 3 വെല്ലം തന്നെ എടുത്തോ. അതാണ് കറക്റ്റ് മധുരം ഉണ്ടാകുക. ഈ സമയത്ത് നമുക്ക് ഒരു പിഞ്ച് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല പിന്നെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് ഈ കടായി ആയതുകൊണ്ടാണ് 1 സ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതുപോലെ ഒഴിച്ച് ആ സമയത്ത് തന്നെ നമുക്കിതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. ഇത് വേഗം പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. ഇത് നല്ല ഇതുള്ള ഡെയിലി പൊരിക്കുന്ന കടായി ആയതുകൊണ്ട് ഇതിൽ നിന്ന് വേഗം ഇളകി കിട്ടുന്നതാണ്.
ഇതുപോലെ ചുട്ടെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ സമയത്ത് തന്നെ വേഗം ആ ചൂടോടെ തന്നെ നമുക്കിത് ചുട്ടെടുക്കണം, എന്നാലേ ലെയർ കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും ഒന്നും പറയാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇതിൻ്റെ ഉള്ളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ല സോഫ്റ്റും നല്ല ഒന്നും പറയാനില്ല. എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.